ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം ഹരി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നകതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽ പുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനം ഉൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമം ആത്മാരാമമാമോദമാർന്ന് പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ കിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട് മായയാം മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്ത വാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായ ഭക്തപ്രിയനാം പരമാത്മനെ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീ താപസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. ചിൽസ്വരൂപ പ്രഭു നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ ത്വബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ട് സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭു നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ.
കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തി മാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാ ബലവശാൽ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾപ്പുക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങള് ചരിച്ച് ഈ പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപതേ. പാതിയും പോയതു ഭൂഭാരമെന്ന് നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു. മാനവവീര ജയിക്ക ജയിക്ക നീ. ഇതം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനാൻ. അന്നേരം അതികായവധം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറ് കേട്ട് ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട്. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവും മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരും പെട്ടു ദുഷ്ടനാം രാഘവൻ തന്നോട് ചൊല്ലിനാൻ. ദുഃഖിപ്പതിനെന്ത് കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കെന്ന് ചൊന്നാൻ ദശാനനൻ. കണ്ടു കൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും. പോർക്കു പുറപ്പെട്ടു ചെന്നത് കണ്ടളവ് ഊക്കോടടുത്തു കപിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നത് കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശ കപീവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായത് പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലത്
അന്തികേ നൃത്തമാടിത്തുടങ്ങി തഥാ. രാക്ഷസരൊക്കെ മരിച്ചത് കണ്ടതി രൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഖവുമായി വന്ന് ദേവേന്ദ്രപുത്രതനയനോടേറ്റത് വാരണമേറി മഹോദരവീരനും തേറ്റിലേറി ത്രിശിരസുമണി അണഞ്ഞിതു. തേരിലേറി ത്രിശിരസുമണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാൻ. അന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരത് നേരം മാരുതി കൊന്നിത് ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാക്കും. ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നീടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വൻ അന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനുന്മത്തനും മരിച്ചാർ കവിസത്തമ്മന്മാരോട് എതിർത്തതി സത്വരം. വിശ്വൈകവീരൻ അതികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ച് വില്ലും ധരിച്ച് അസ്ത്രജ്ഞൻ അത്യർത്ഥമുക്ത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണുരിയും ഇട്ട് നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ട വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്ന് ചെറുത്താൻ. അതുനേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധു തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ല ഞേറ്റം ആന്ധനായി സൗമിത്രി നിൽക്കുന്നത് നേരം മാരുതദേവനും മനുഷ്യനായി വന്ന് സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടത് കൊണ്ട് ഇവനേൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാശ്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവനെന്ന് പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻപദമുൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ച് പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ച് തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗ പതിപ്പോരധികായ മസ്തകം ആമോദമുൾക്കൊണ്ടെടുത്തു കവികുലം രാമാന്തിയെ വെച്ചു കൈതൊഴുതിയിടിനാർ. ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. ഇന്ദ്രജിത്തിന്റെ വിജയം രാവണനോടറിയിച്ചാരവസ്ഥകൾ. ഹാ വിധി എന്നലറി ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാർ. ഏറ്റവരും തിനി നല്ലത് ശങ്കര ദൈവമേ. യുദ്ധം വിലാപിച്ച നേരത്ത് ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട്. അത്തരം തീർത്തിങ്ങിരുന്നരുളേണമേ.
സ്വസ്ഥനായി വാഴുക, ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ. എന്നത് കേട്ട് തനേനെയും പുണർന്ന് എന്നെ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാം പുത്രനും കുമ്പിട്ട് താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംഭാരിജിത്തും നികുംഭുല പുക്കുത്. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടു ജ്വലിപ്പിച്ച് അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനാ. നക്തഞ്ചരാധിപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം. കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പൂരനായ ആശരൻ. പോർക്കളം പുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ. മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂക്കി തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജിപദാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്ന് പുക്ക് അന്തം വരുന്നത് കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്ത് സന്തതം തൂക്കിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തും മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിതം വണ്ണമേറ്റു. ഗന്ധമാദനന്മയിലും 9 നീലനും 30 ഈരഞ്ച് ബാണങ്ങൾ ജാമ്പുവാൻമയിലും 6 പനസനും 7 വിനതനും 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 50 കൂടെ വന്നേറ്റത്. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കും ഏറ്റിത്. 10 പുനർ25 ഏറ്റിത് ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ട് ദധിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റത്. 3 ഗവേനും 5 ശരഭനും 3 മുരു 4 മേറ്റു സുമുഖനും. ദുർമുഖനേറ്റത് 24 അമ്പ് സമാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 ഏറ്റു. പുനരാതങ്കമോട് അഗ്നിവദനനും അങ്കതന്മേൽ 75 കൊണ്ടിത് തുങ്കനം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കവികുല നായകന്മാർ 67 കോടിയും വീണിത് ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം. ആപതില്ലേതും ഇതിന് നമുക്കെന്ന് ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ. രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ
മഹാവീര്യവ്രതധരൻ. ശോകവിഷണ്ണമായി നിശ്ചലമായത് ലോകവും കൗണപാധീശജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്ത് വേഗേന ലങ്കയിൽ പുക്കിരുന്നീടിനാൽ ലേഖസമൂഹവും മാഴി ഗതാശയ. ഔഷധത്തിനായി ഹനുമാന്റെ ഗമനം. കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്ത് ഞാനെന്നോർത്തു പോർക്കളം കൈ വിട്ടുവാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്ന് അറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങും ഞാനാക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്ന് ആരായ വേണമെന്ന് ഓർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിൽ ആരെന്ന് നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ട് നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാഥോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്ന് കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചത് ആദരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ, നന്നായതെങ്കിൽ നീ എന്നറിഞ്ഞിതയോ. കണ്ണുമിഴിച്ചുകൂടാ രുധീരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിനെ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായത് ഞാനടോ സത്വമതേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചത് ആശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തെടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാം അവര് ഏവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്ത്. സമീരണ പുത്രനെ മോദിച്ചത് എന്തവനെ കുറിച്ച് ഏറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല, മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായി ആശ്ലേഷവും ചെയ്ത് ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാദാസ്ത്രങ്ങൾ ഏറ്റുമരിച്ച ഒരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല. നീ എന്നിയെ പോക വേണം, നീ ഹിമവാനെയും കടന്ന് ആകുലമറ്റു കൈലാസ ശൈലത്തോളം കൈലാസ സന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യൌഷധങ്ങൾ. അറിയ നീ 4 ദിവ്യൌഷധങ്ങൾ, അവറ്റിന് 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നിടൂ, പിൻപു സന്താനകരണി, 3ാമതും നല്ല സുവർണകരണി, 4ാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ട് ശൃംഗങ്ങൾ ഉയർന്ന് കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും
ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങളെന്നും അറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുതനന്ദനാ പോക നീ വൈകാതെ. യുദ്ധം വിധിസുത വാക്കുകൾ കേട്ടവൻ ഭക്തിയാ തൊഴുതു മാഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്ന് അമ്പരേ പോയവൻ നിഹാര ശൈലവും പിന്നിട്ട് വായുവേഗേന കുതിച്ചുയർന്ന് അമ്പരേ പോയവൻ നീഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ട് നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞോര് ചാരവരന്മാർ നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ട് രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവനാം പൂർണ്ണമോദം തൊഴുതു സന്തസ്ത്രനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ. അർക്കോദയം വരും മുമ്പേ ലഘുതരം എഴുന്നള്ളുവാൻ എന്തൊരു കാരണം, ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ? ദുഃഖ നിപീഡിതനായ രാവണനക്കാല നേമീതനോട് ചൊല്ലിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാൻ അത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നോട് ശക്തിയേറ്റാശ് വീണിടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാശ്രമേതു മമാത്മജന്മന്നവന്മാരെയും വാനരന്മാരെയും കൊന്ന് രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്ന് ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിന് നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടു. താപസനായി ചെന്ന മാർഗമധ്യേ ബുക്ക് പാവവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞാലങ്കേശ്വര സാരമാം എന്നോട് വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ച് മരിപ്പതിന് കാലമെന്നുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്ത് രാജ്യം കൊണ്ട് പിന്നെ ഒരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ച് കാൺകെടൂ.
സീതയെ രാമന് കൊണ്ടു കൊടുത്തു നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്ത് ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനാ സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമാദികളായുള്ള ദേവതിര്യൻ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേവി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തൊന്ന് താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരമായതെന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോക വൃക്ഷത്തിനകെ അനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം ലോഹിതശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായാ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണാഹിംസാദികളെടൂ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്ത് തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധൻ ആത്മാപരൻ ഏകനവളോട് യുക്തനായി വന്ന് പുറത്തു കാണുന്നത് തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിത് അന്വഹം മായാ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധഹീനനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണ്ടുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ട് ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനായ ആത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ല ഓർക്ക നീ. ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ശക്തി പരവശ നിത്യം സഗുണനാം ദേവേനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മ കർണികാമധ്യേ സുവർണപീഠോൽപലെ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതി തുല്യ പീതാംബരധരം ഹാരകിരീടകീയുരാംഗതാംഗുലിയോരു രത്നാഞ്ജിത കുണ്ടല നൂപുര ചാരുകടകടിസൂത്ര കൗസ്തുഭസാര സമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ
പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു? ജന്മാന്തരത്തിങ്കലും ഉള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. നാരായണ 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 നാരായണ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം.